സോൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കീം 2024 റീഫണ്ട് ലിസ്റ്റ്, റിട്ടേൺ ലിസ്റ്റ് ഇവ എന്താണ്, ലിസ്റ്റിലുള്ളവർ എന്ത് ചെയ്യണം എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. റീഫണ്ടിന് അർഹതയുള്ളവരുടെ ഒന്നാം ഘട്ട ലിസ്റ്റാണ് റീഫണ്ട് ലിസ്റ്റ് ഫേസ് 1. വിവിധ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ഓരോ ഘട്ടത്തിലും ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും CE പ്രഖ്യാപിച്ച ലാസ്റ്റ് ഡേറ്റിന് മുൻപേ TC വാങ്ങിപ്പോയവർക്കുമാണ് റീഫണ്ടിന് അർഹതയുള്ളത്. ഈ വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായി നൽകിയിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ലിസ്റ്റിൽ പേര് വരും. റീഫണ്ട് ലിസ്റ്റ് ഫേസ് 1 നൽകിയ ബാങ്ക് അക്കൗണ്ട് പ്രകാരം റീഫണ്ട് നൽകിയപ്പോൾ പലരുടെയും ഫെയിലായിട്ടുണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് പകരം ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ജൻധൻ അക്കൗണ്ട്, ടൈനി അക്കൗണ്ട് എന്നിങ്ങനെ മറ്റേതെങ്കിലും തരം അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയവരുടേതോ ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയവരുടേതോ ആണ് റീഫണ്ട് ഫെയിലായിരിക്കുന്നത്. അങ്ങനെ റീഫണ്ട് ഫെയിലായവരുടെ ലിസ്റ്റാണ് റിട്ടേൺ ലിസ്റ്റ് റീഫണ്ട് ഫേസ് 1 എന്ന പേരിൽ കാണിക്കുന്നത്. ഈ ലിസ്റ്റിലുള്ളവരെല്ലാവരും നിർബന്ധമായും പുതിയ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സമർപ്പിക്കണമെന്ന് CE നിർദ്ദേശിച്ചിരുന്നു. ചാനലിലൂടെ അതിൻ്റെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. 20/3/2025 5 PM വരെയായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം അനുവദിച്ചിരുന്നത്. പ്രസ്തുത ലിസ്റ്റിൽ പേര് വന്ന് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പുതിയതായി നൽകാത്തവർ റീഫണ്ട് കിട്ടാൻ CE ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക. റീഫണ്ടിൻ്റെ രണ്ടാം ഘട്ട ലിസ്റ്റാണ് റീഫണ്ട് ലിസ്റ്റ് ഫേസ് 2. ഇതിൽ പേരുള്ളവർക്ക് റീഫണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് പലരും കമൻറ്റിൽ പറഞ്ഞത് കണ്ടു. പ്രസ്തുത ലിസ്റ്റിലുള്ളവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്ക്രൂട്ടിനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് CEയുടെ ഓഫീസിൽ നിന്ന് അറിഞ്ഞത്. ഫേസ് 2 ലിസ്റ്റിലുള്ളവർക്ക് റീഫണ്ട് കിട്ടാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നർത്ഥം. ആ റീഫണ്ട് നടക്കുമ്പോൾ ഫെയിലാകുന്നവരുടെ ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കും. റീഫണ്ട് ലിസ്റ്റ് ഫേസ് 1 വന്ന് റീഫണ്ട് കിട്ടിയതുമില്ല, റിട്ടേൺ ലിസ്റ്റിലും പേരില്ല എങ്കിൽ അവരും എത്രയും പെട്ടെന്ന് CEയുടെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി.